അല്ല, PM3യുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരെ 3 മന്ത്രിമാരെ ഉപസമിതിയായി വെച്ച് അവരുടെ റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്നുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്നുള്ളതാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. ഇന്നലെ UDFുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന വിവരങ്ങൾക്കപ്പുറത്ത് എൻ്റെ അടുത്ത് വിവരമില്ല. പക്ഷേ ഇതാണ് ഗവൺമെൻറ്റിന് മുന്നിലുള്ളത്. ഉപസമിതി വെച്ചിട്ടുണ്ട്. ആ ഉപസമിതി അവർ എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിൽ മന്ത്രിസഭയിൽ ആ അഭിപ്രായം വയ്ക്കും. അതിനുശേഷമായിരിക്കും ഏത് തീരുമാനം എടുക്കുക. അത്രേ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തീകരിച്ച ഒന്നാണ്. എങ്കിൽ പോലും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട തുടർ മന്ത്രിസഭകളിലും ഇക്കാര്യം ചർച്ച ചെയ്തു. അതുകൊണ്ട് ഇതങ്ങ് നേരിട്ട് ഗവൺമെൻറ് LDF ഗവൺമെൻറ് ഒപ്പുവെച്ച തീരുമാനമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന തീരുമാനമല്ല എടുത്തത്. PM3യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെ നിൽക്കുന്നു, കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട കാര്യങ്ങൾ, അവരുടെ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഉറപ്പ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ PM3യുമായി മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ള അന്വേഷണത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് ഒരു ഉപസമിതിയെ വെച്ചത്. ആ ഉപസമിതി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് തീരുമാനിക്കും. അതിനു മുമ്പ് ധൃതി കാണിക്കേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങൾ അല്ല, ഉപസമിതി തീരുമാനിക്കണം. ഉപസമിതിയെ വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വരണമല്ലോ. സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ക്യാബിനറ്റിലേക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഫൈനൽ ഡിസിഷൻ എടുക്കും. സംസ്ഥാനങ്ങൾക്ക് പിന്മാറുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്നാണ് ഇന്നും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നേരത്തെയുള്ള UDF ധാരണയ്ക്കനുസരിച്ച് പിന്മാറാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ എടുക്കേണ്ട എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ പല രീതിയിലും ചർച്ച ചെയ്ത് ഒരു 3-അംഗ ഉപസമിതി വെച്ചത്. അപ്പോൾ ഉപസമിതി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എനിക്കതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കും. ആ ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് സംഘടനാപരമായ പാർട്ടി ചർച്ചകളും മുന്നണി ചർച്ചകളും ഒക്കെ നടക്കും. മുന്നേ പറഞ്ഞത് LDF ആണ് ഇത്തരം പദ്ധതിയുമായി ഒപ്പിട്ടത്, അതുകൊണ്ട് പിൻവലിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ കേന്ദ്രത്തിൽ ഇപ്പോൾ അബ്ദുൾ വഹാബിന് കേന്ദ്രമന്ത്രി നൽകിയത് പിൻവലിക്കാൻ താല്പര്യമുള്ള സംസ്ഥാനത്തിന് മാത്രം ചേർന്നാൽ മതി എന്നാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ഒപ്പുവെച്ചത്. MOU ഒപ്പുവെച്ചു. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ധാരണ ഇപ്പോൾ നിൽക്കുകയാണ്. അത് മുന്നോട്ട് പോകണോ വേണ്ടയോ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോഴുള്ള അനുകൂല തീരുമാനം എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപസമിതി വന്നതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും. വേണ്ട എന്ന റിപ്പോർട്ടിങ് ഞങ്ങൾ വേണ്ട തീരുമാനിക്കും. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് PM3 പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ മുമ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാറിയിട്ടില്ല. അതുമായി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. അതിനകത്ത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. റിപ്പോർട്ട് വരട്ടെ. ഈ പുതുശ്ശേരി സാനിറ്ററി ലാൻഡ്സ്കേപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി K. രാജു നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതായത് ഇത് നെഗോഷ്യബിൾ പർച്ചേസ് ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ആ തീരുമാനം റദ്ദാക്കുക അതെന്താണ്? അല്ല, ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പരിശോധിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ജില്ലാ കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പറയാം.